ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ചെന്നപ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മുടെ പശു പ്രസവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നൊരു പശുവിനെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പശുവാണ്. അവർ പറഞ്ഞ ഡേറ്റ് വെച്ച് ഇനിയും കുറച്ച് ദിവസം കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ലക്ഷണമൊന്നും കാണിച്ചില്ല. പിന്നെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ആരും അറിഞ്ഞില്ല. രാവിലെ ചെല്ലുമ്പോഴത്തേക്കും പ്രസവിച്ച് നിൽക്കുകയാണ്. ദേഹത്തെ അഴുക്ക് പോലും പോയിട്ടില്ല. പിന്നെ കൂട് കണ്ടാരും ട്രോളണ്ട, രാവിലെയാണ്, അത് കാരണം ക്ലീനൊന്നും ആക്കിയിട്ടില്ല. അങ്ങനെ കൂടൊക്കെ നല്ല ക്ലീനാക്കി കഴിഞ്ഞ് ചെക്കൻ നല്ല പക്ക ആക്റ്റീവാണ് കേട്ടോ. പിന്നെ കാളക്കിടാവാണ്. നമ്മളിവിടെ എപ്പോഴും ആടായാലും പശുവായാലും പ്രസവിച്ചിട്ടെല്ലാം പെൺകുട്ടിയായിരുന്നു. ആദ്യമായിട്ടാണൊരു കാളക്കിടാവിനെ കിട്ടിയത്. എന്തായാലും ചെക്കൻ നല്ലതാണ്. നല്ല വെളുപ്പിനെ പശു പ്രസവിച്ചെന്ന് പറഞ്ഞാലും മറപിള്ള പോകാനായിട്ട് കുറേ ടൈം എടുത്തു. ഏകദേശം ഒരു 10-11 മണിയോടെയാണ് മറപിള്ള പോയത്. മറപിള്ള പോയതിൻ്റെ പുറകിലായിട്ട് നമ്മൾ കാൽസ്യത്തിൻ്റെ ഒരു ജെല്ല് കൊടുത്തു. എന്താ വെച്ചാൽ പശു പ്രസവിച്ച് കഴിയുമ്പോൾ കാൽസ്യം കുറഞ്ഞ് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഫസ്റ്റ് ലാക്ടേഷൻ സെക്കൻഡ് ലാക്ടേഷനൊക്കെ ആണെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ സെക്കൻഡ് ലാക്ടേഷൻ എന്ന് പറഞ്ഞാണ് തന്നത്. പിന്നെ തമിഴ്നാട് പശു ആയതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ഉറപ്പുമില്ല എത്രാമത്തെ പ്രസവമാണെന്ന്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആരോഗ്യം പശുവിനുണ്ടായിരുന്നു. പശുവിന് വലിയ ഹൈറ്റ് ഇല്ല നമ്മുടെ പഴയ പശുവിൻ്റെ അത്രയും അനുസരിച്ച്. പിന്നെ അതുപോലെ തന്നെ കറക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റായിട്ട് നമ്മൾ കറന്നെടുക്കാറില്ല. ഒരു 1-2 ലിറ്റർ അങ്ങനെ ഇട്ട് തന്നെ കറക്കാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ കംപ്ലീറ്റ് തീർത്ത് കറക്കുമ്പോഴും ഇതിന് കാൽസ്യം കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരു 1-2 ദിവസത്തേക്ക്. ഇതാണ് മഞ്ഞപ്പാൽ. ഇത് നമ്മൾ കാടത്തൈരിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ചെക്കൻ പക്ക ആക്റ്റീവാണ് കേട്ടോ. കാളക്കുട്ടൻ അത്യാവശ്യം നല്ല ബ്രീഡിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു കാളക്കുട്ടനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ജേഴ്സി ക്ലാവാണ്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയൊരു പിടുത്തമില്ല. എൻ്റെ ഫാം നടത്തുന്ന കുറച്ച് ഫ്രണ്ട്സിൻ്റെയൊക്കെ നിർദ്ദേശം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.